കാൽവറയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ തല മുൾക്കിരീടം അടിക്കപ്പെട്ട് തകർക്കപ്പെട്ടൊരു തല കാൽവറയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ കാണുമ്പോൾ, പത്മോസിൽ കണ്ട ക്രിസ്തുവിൻ്റെ തല ഹിമത്തോളം വെളുത്ത പഞ്ഞി പോലെയാണ്. കാൽവറയിൽ കണ്ട ക്രിസ്തുവിൻ്റെ കണ്ണ് രക്താതുരമായി ചുവന്നു കിടക്കുമ്പോൾ, പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണാണ്. കാൽവറ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ട് തകർക്കപ്പെട്ടെങ്കിൽ, പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ കൈകളിൽ ആണിയല്ല, 7 നക്ഷത്രത്തെ അവൻ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. കാൽവറ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ കാല് കാരിരുമ്പാണികൾക്ക് തകർക്കപ്പെട്ടെങ്കിൽ, പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ കാലുകളിൽ ആണിയല്ല, ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുകളാണ്. കാൽവറ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ അധരങ്ങൾക്കകത്തുനിന്ന് പുറത്തു വന്നത് ദീനരോദനത്തിന് ശബ്ദമാണ്. എലി എലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. പക്ഷെ പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദീനരോദനത്തിന് ശബ്ദമല്ല, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. ഇന്ന് രാത്രി ഞാൻ ഇത്രയും ചുറ്റിക്കറങ്ങി പറഞ്ഞതിന്റെ കാര്യം എന്തെന്ന് അറിയണ്ടേ? ആസന്ന ഭാവിയിൽ ഇതേ പ്രൗഢിയോടെ ദൈവസഭ നമ്മുടെ കർത്താവിനെ കാണാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്വത്രം പറ. ഇനി ക്രൂശിക്കപ്പെട്ടവനായിട്ടല്ല, രക്തമഴിക്കപ്പെട്ടവനായിട്ടല്ല, തകർക്കപ്പെട്ടവനായിട്ടല്ല, തിരസ്കരിക്കപ്പെട്ടവനായി നമ്മുടെ കർത്താവിനെ അനൂര ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നെന്ന് ആവേശമുള്ളവർ സ്വത്രം പറയട്ടെ.